ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്ന ഒരു SFX ഓഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഫോണിൽ CapCut ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതേപോലെ സോങ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന വീഡിയോ ക്ലിപ്പ് ആ സോങ്ങിന്റെ ബീറ്റ് മാർക്കിനനുസരിച്ച് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. പക്ഷെ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് മുകളിലായിട്ട് ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. അപ്പൊ ഇതേപോലെ സേവ് ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളോട് ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീഡിയോ ടു MP3 എന്നുള്ള ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതിന് ശേഷം വീഡിയോ ടു ഓഡിയോ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത ഒരു വീഡിയോ അവിടെ സെലക്ട് ചെയ്യും. പക്ഷെ അതിനകത്ത് ഈ ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്യും. അത് MP3 ആയി കൊടുക്കുക. ശേഷം അതിന്റെ ഇപ്പുറത്ത് കാണുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും അവസാനം കാണുന്ന 245 KB ആയി കൊടുക്കുക. പക്ഷെ അവിടെ നിന്ന് ക്വാളിറ്റി സെലക്ട് ചെയ്യും. ക്വാളിറ്റി സെലക്ട് ചെയ്തതിനു ശേഷം ഫ്രീക്വൻസി സെലക്ട് ചെയ്യും. അതും അവസാനം കിടക്കുന്നതായി കൊടുത്തതിനു ശേഷം ഓക്കെ ഇടുക. പക്ഷെ ഇതിന്റെ ഒരു പേര് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഇതിന്റെ ഒരു പേര് മാറ്റി നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു പേര് കൊടുക്കും. ഞാനിവിടെ ഓഡിയോ 1 2 3 എന്നുള്ള ഈ ഒരു പേരാണ് കൊടുക്കുന്നത്. ഓഡിയോ 1 2 3. ശേഷം താഴെ കാണുന്ന ഒരു കൺവേർട്ട് എന്നുള്ള സെലക്ട് ചെയ്യും. അപ്പൊ ആ ഒരു വീഡിയോ ആ ഒരു ഓഡിയോ ഇതേപോലെ സേവ് ആയി കിട്ടുന്നതായിരിക്കും. അതിന് ശേഷം നിങ്ങളോടൊന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം ഇവിടെ ആയിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിന്ന് ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ശേഷം ഈ സെർച്ച് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഒരു പേരുണ്ടല്ലോ അതിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓഡിയോ 1 2 3 എന്നുള്ള ഒരു പേര് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് ആദ്യം തന്നെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ഫയല് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. ഇനി നമുക്ക് ഇതിന് എഫക്റ്റ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അതിനായി നിങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് എഫക്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഫിൽട്ടർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ഫിൽട്ടർ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുണ്ടല്ലോ ഇത് ഇതേപോലെ നീക്കി ഇങ്ങോട്ടൊന്ന് ലോ പാസിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അവിടെ വെച്ച് കൊടുക്കുക. ഈ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. പക്ഷെ ആ ഒരു പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം അവിടെ നിന്ന് മനസ്സിലാവും. ഒരു ഓഡിയോ ഒന്ന് സേവ് ചെയ്യണം. ഓഡിയോ സേവ് ചെയ്യാനായിട്ട് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് വരും. സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നതിന് ശേഷം മുകളിലായിട്ട് മെനു നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു മെനു സെലക്ട് ചെയ്യും. ഒരു റെക്കോർഡ് കൊടുത്തോണ്ട് ഈ ഒരു പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് പ്ലേ ആവും. നിങ്ങൾക്ക് എവിടം വരെ വേണോ അവിടം വരെ ഇതേപോലെ പ്ലേ ചെയ്ത് കൊടുക്കും. ഇതേപോലെ നിങ്ങൾക്ക് വേണ്ടുന്ന അവിടം വരെ പ്ലേ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ റെക്കോർഡിന്റെ ആ മുകളിൽ കാണുന്ന അവിടെ ആ ഒരു ഐക്കണിൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഗാലറിലോട്ട് സേവ് ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളോടൊന്ന് CapCut ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ ആദ്യം സേവ് ചെയ്ത ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ അത് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് സ്റ്റാർട്ടിങ്ങിലോട്ട് വരും. ശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചെയ്തതിനു ശേഷം സൗണ്ട് സെലക്ട് ചെയ്യും. സൗണ്ട് സെലക്ട് ചെയ്തതിനു ശേഷം ഫയൽസ് സെലക്ട് ചെയ്യും. ഒരു ഫയൽ മാനേജറിന്റെ ഐക്കൺ അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അത് സെലക്ട് ചെയ്യും. ശേഷം ഫ്രം ഡിവൈസ് സെലക്ട് ചെയ്യും. ഇവിടെ നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത ഒരു സോങ് ഉണ്ടല്ലോ ആ ഒരു സോങ്ങിന് അതോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായി സെർച്ച് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് MIX എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഈ ഒരു പ്ലസ് ബട്ടൺ കൊടുത്തുകൊണ്ട് ആ ഒരു സോങ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു സോങ് എവിടെ മുതലാണോ വേണ്ടത് അവിടെ വെക്കുക. എനിക്ക് ഇവിടെ മുതലാണ് വേണ്ടത്. അവിടെ വെച്ചതിന് ശേഷം ഈ ഒരു സ്പ്ലിറ്റ് കൊടുക്കുക. ഈ ഒരു സ്പ്ലിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ അവിടുന്ന് ആ ആദ്യത്തെ ആ ഒരു ഓഡിയോ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് ഈ ഒരു ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയും. പക്ഷെ അത് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിലായിട്ട് വെച്ച് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മുകളിൽ കാണുന്ന ഒരു ഓഡിയോ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം അതിന്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഓരോ വീഡിയോകളും തുടങ്ങുന്ന ഭാഗത്ത് ഇതേപോലെ
ഇതേപോലെ നിങ്ങൾ കീ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഓരോ വീഡിയോകളും തുടങ്ങുന്ന ഭാഗത്ത് ഓരോ കീ ഇതേപോലെ അവസാനം വരെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ കീ ആഡ് ചെയ്തതിനു ശേഷം ഇവിടെ സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. ശേഷം ഇതിന് വോളിയം സെലക്ട് ചെയ്യുക. വോളിയം സെലക്ട് ചെയ്തതിനു ശേഷം അത് ഫുള്ളായി കുറച്ച് കൊടുക്കും. ശേഷം ഇവിടുന്ന് രണ്ടാമത്തെ കീയിലോട്ട് വരിക. രണ്ടാമത്തെ കീയുടെ വാല്യൂ ഇതേപോലെ കൂട്ടി കൊടുക്കും. ശേഷം ഇവിടുന്ന് മൂന്നാമത്തെ കീ സെലക്ട് ചെയ്ത ശേഷം അതിന്റെ വോളിയം സെലക്ട് ചെയ്തതിനു ശേഷം അത് ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കും. അതേപോലെ തന്നെ അടുത്ത കീ ഇവിടുന്ന് സെലക്ട് ചെയ്യുക, അതിന്റെ വോളിയം കൂട്ടി കൊടുക്കും. ശേഷം അടുത്ത കീ ഇവിടുന്ന് സെലക്ട് ചെയ്യുക, അതിന്റെ വോളിയം സെലക്ട് ചെയ്തതിനു ശേഷം അത് ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കും. ശേഷം അടുത്ത കീ ഇവിടുന്ന് സെലക്ട് ചെയ്യുക, അതിന്റെ വോളിയം സെലക്ട് ചെയ്തുകൊണ്ട് കൂട്ടി കൊടുക്കും. പക്ഷെ അടുത്ത കീ ഇവിടുന്ന് സെലക്ട് ചെയ്ത് അതിന്റെ വോളിയം സെലക്ട് ചെയ്തുകൊണ്ട് ഫുള്ളായി കുറച്ച് കൊടുക്കും. ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ അവസാനം വരെ ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു സൗണ്ട് പെട്ടെന്ന് കുറഞ്ഞു വന്നിട്ട് പയ്യെ കൂടി വരുന്ന ഒരു എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു സൗണ്ട് കുറഞ്ഞു വന്നിട്ട് ഫാസ്റ്റ് ആയിട്ട് കൂടി വരുന്ന ഒരു എഫക്റ്റ് എങ്ങനെ കൊടുക്കാൻ നോക്കാം. അതിനായി നിങ്ങൾക്ക് എവിടെയാണ് ആ ഒരു എഫക്റ്റ് വേണ്ട ആ ഒരു വീഡിയോ ക്ലിപ്പിലോട്ട് വരിക. എനിക്ക് ഇവിടെയാണ് ഈ ഒരു എഫക്റ്റ് വേണ്ടത്. അതിനായി നമ്മൾ നേരത്തെ 2 കീ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വീഡിയോ ക്ലിപ്പിന്റെ സ്റ്റാർട്ടിങ്ങിലായിട്ടൊരു കീ ഉണ്ട്, അതിന്റെ കുറച്ച് ഇപ്പുറത്തോട്ട് മാറ്റി നിങ്ങൾ ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷെ അവസാനം ഒരു കീ കാണാൻ വേണ്ടി സാധിക്കും. അതിന്റെ ഇപ്പുറത്തോട്ട് മാറ്റി ഒരു കീയും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു കീയും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ടിങ്ങിലെ കീയിലുണ്ടല്ലോ ആദ്യത്തെ ഒരു കീ നേരത്തെ ഉള്ള ഒരു കീയിലോട്ട് വന്നതിന് ശേഷം വോളിയം സെലക്ട് ചെയ്ത് അത് ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. ശേഷം അതേപോലെ തന്നെ അവസാനത്തെ കീയിലോട്ട് വരിക, അതിന്റെയും വോളിയം സെലക്ട് ചെയ്തുകൊണ്ട് ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. ശേഷം സ്റ്റാർട്ടിങ്ങിലെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഒരു കീ ഉണ്ടല്ലോ ആ ഒരു കീയിലോട്ട് വന്നതിന് ശേഷം വോളിയം സെലക്ട് ചെയ്ത് അത് കൂട്ടി കൊടുക്കുക, 100 ആയി കൊടുക്കുക. ഇതേപോലെ കൂട്ടി കൊടുക്കുക. ശേഷം അതേപോലെ തന്നെ ഇപ്പൊ ആഡ് ചെയ്ത രണ്ടാമത്തെ കീയിലോട്ട് വരിക, അതിന്റെ വോളിയം സെലക്ട് ചെയ്തുകൊണ്ട് അതും കൂട്ടി കൊടുക്കുക. അതിനുശേഷം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം അവിടെ മനസ്സിലാവും. എല്ലായിടത്തും കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ വേണ്ട സൗണ്ട് എഫക്റ്റ് അവിടെ മൊത്തം നിങ്ങൾക്ക് സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായി നിങ്ങൾക്ക് എവിടെയാണോ സൗണ്ട് എഫക്റ്റ് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ കൊടുത്തിട്ടുള്ള ഭാഗങ്ങളിലാണ് ആ സൗണ്ട് കുറഞ്ഞു വന്നിട്ട് ആ ഒരു പെട്ടെന്ന് കൂടി വരുന്ന ഒരു എഫക്റ്റ് നമ്മൾ കൊടുത്തില്ലേ ഇപ്പം, ആ ഭാഗങ്ങളിലാണ് ഞാൻ സൗണ്ട് എഫക്റ്റ് കൊടുക്കുന്നത്. അതിനെ അവിടെ വെച്ചതിന് ശേഷം ഇവിടുന്ന് നിങ്ങൾ ബാക്ക് ഒരു ശേഷം സൗണ്ട് സെലക്ട് ചെയ്യും. സൗണ്ട് സെലക്ട് ചെയ്തതിനു ശേഷം ഫയൽസ് സെലക്ട് ചെയ്യും. ശേഷം ഫ്രം ഡിവൈസ് സെലക്ട് ചെയ്യും. ഇവിടെ ഞാൻ ഈ ഒരു സൗണ്ട് എഫക്റ്റ് എല്ലാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഈ ഒരു രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഈ ഒരു സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്യേണ്ടത് അവിടെ മൊത്തം ഈ ഒരു സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.